മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയമുള്ളവരെ, 8 നോയമ്പിന്റെ 7-ാം ദിവസത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള പ്രായമായ എല്ലാ മാതാപിതാക്കളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. വാർദ്ധക്യത്തിൻ്റെതായ പലവിധ രോഗങ്ങളാൽ കഴിയുന്നവരെയും, മക്കൾ വിദേശത്തായിട്ട് തനിയെ കഴിയുന്ന മാതാപിതാക്കളെയും, അനാഥരായി പലയിടങ്ങളിൽ വസിക്കുന്ന മാതാപിതാക്കളെയും പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലൂടെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പിതാക്കന്മാരുടെ പ്രതീക്ഷയുടെ പൂർത്തീകരണത്തിനായി പരിശുദ്ധ കന്യാമറിയത്തെ പാപക്കറ ഏശാതെ നന്മകളാൽ നീ അലങ്കരിച്ചുവല്ലോ. തിരുസഭയുടെ മാതാവായ അവളിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും വിനയപൂർവ്വം ഞങ്ങൾ നിനക്ക് കാഴ്ചയർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സഹായവും സംരക്ഷണവും നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുറവുകൾ നീ പരിഹരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ മാതാപിതാക്കളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നീ കേൾക്കണമേ. അവരുടെ വേദനകളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ. ഈ ലോകത്തിൽ സന്തോഷത്തിലും ദുഃഖത്തിലും ജീവിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി ഇന്നേ ദിവസം 10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി നമുക്ക് ഈശോയ്ക്ക് അവരെ കാഴ്ചവെക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നീതിയുടെ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിരുദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.